മക്കളെ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടാമത്തെ ചാപ്റ്ററായ വേൾഡ് ഇൻ 20th സെഞ്ചുറി അഥവാ ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടന്റ് ഷുവർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ എസ്സേക്ക് എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഫസ്റ്റ് വേൾഡ് വാർ അഥവാ ഒന്നാം ലോക മഹായുദ്ധം എന്ന ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കാണ് നിങ്ങൾ അവരിലേക്ക് ഡിസ്കസ് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാവർക്കും അറിയാം, ക്ലാസ് എടുത്തപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ആ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും, അത് എസ്സേ ക്വസ്റ്റ്യൻ ആണ്, അത് എസ്സേ എഴുതാൻ തന്നെ പഠിക്കണം. അപ്പോൾ അത് മാത്രമായിട്ട് സ്പെഷ്യലൈസ്ഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് എന്തിരിക്കുന്നത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് വേൾഡ് വാർ എന്ന് മുതൽ എന്ന് വരെ, എന്ന് തുടങ്ങി എന്ന് അവസാനിച്ചു എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1914 ഫസ്റ്റ് വേൾഡ് വാർ ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുന്നതെങ്കിൽ അത് അവസാനിക്കുന്നത് 4 വർഷങ്ങൾക്കപ്പുറം 1918 അപ്പോൾ 4 കൊല്ലത്തോളം നീണ്ടു നിന്ന എല്ലാ രാജ്യങ്ങളും ഒന്നിച്ചു നിന്ന അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ച് യുദ്ധം ചെയ്ത ഒരു യുദ്ധമായിരുന്നു ഏത് ഫസ്റ്റ് വേൾഡ് വാർ. അപ്പോൾ അതിലേക്ക് നയിച്ചത് എന്തെല്ലാമാണ്, അതിലെ കാരണങ്ങൾ എന്തെല്ലാമാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിൽ ഞാൻ നിങ്ങൾക്കൂടെ 3 റെസ്ലേഴ്സിന്റെ ഫോട്ടോ തന്നേക്കുന്നത് പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരുടെ റെസ്ലേഴ്സ് എന്താ ചെയ്യുന്നത്, പരസ്പരം മത്സരിക്കുകയാണ് അല്ലെ. അതുപോലെ ഓരോ യൂറോപ്യൻ രാജ്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ തുടങ്ങി, മത്സരിക്കാൻ തുടങ്ങി. എന്തിനു വേണ്ടിയാ മത്സരിച്ചത്? അവർ മത്സരിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പരമാവധി കോളനികൾ സ്ഥാപിക്കാനായിരുന്നു അവരുടെ മത്സരം. ഫോർ എസ്റ്റാബ്ലിഷിംഗ് കോളനികൾ സ്ഥാപിക്കുകയായിരുന്നു അവരുടെ എന്ത് ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനുവേണ്ടി യൂറോപ്യൻ രാജ്യങ്ങളെ ഇംഗ്ലണ്ട് ആയാലും ജർമ്മനി ആയാലും ഫ്രാൻസ് ആയാലും റഷ്യ ആയാലും അങ്ങനെയുള്ള എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും, പ്രധാനപ്പെട്ട എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും എന്ത് ചെയ്യാൻ തുടങ്ങി, പരസ്പരം കോളനികൾ സ്ഥാപിക്കാനായി കോമ്പീറ്റ് ചെയ്യാൻ, മത്സരിക്കാനായിട്ട് തുടങ്ങി. അതാണ് നമ്മൾ ഫസ്റ്റ് വേൾഡ് വാർ എഴുതി തുടങ്ങുന്ന ആദ്യത്തെ പോയിന്റ്. ഫോർ എസ്റ്റാബ്ലിഷിംഗ് കോളനീസ് യൂറോപ്യൻ നേഷൻസ് കോമ്പീറ്റഡ് ഈച്ച് അതർ. കോളനികൾ സ്ഥാപിക്കാനായി യൂറോപ്യൻ രാജ്യങ്ങൾ പരസ്പരം മത്സരിക്കാൻ തുടങ്ങി. അങ്ങനെ സ്വാഭാവികമായി മത്സരിക്കുമ്പോൾ ഇവർക്കിടയിൽ എന്ത് വരും, ഈ രാജ്യങ്ങൾക്കിടയിൽ എന്തുണ്ടാകും, ശത്രുതയുണ്ടാകും അല്ലെ. കാരണം ഓരോരുത്തരും കോളനികൾ സ്ഥാപിക്കാൻ, ഓരോ രാജ്യത്തേക്കാൾ കൂടുതൽ കോളനി സ്ഥാപിക്കാൻ ഓരോ രാജ്യവും മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്കിടയിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാകും, ചില ശത്രുതകൾ ഉണ്ടാകും. ചെറിയ വാക്കുതർക്കങ്ങളും ശത്രുതകളൊക്കെ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ശത്രുത വളർന്ന് അതാണ്, ആ ശത്രുതയാണ് പിന്നീട് എന്തിലേക്ക് നയിച്ചത്, ഈ വേൾഡ് വാറിലേക്ക് നയിച്ചത്. അങ്ങനെ ഇത്തരത്തിൽ ശത്രുത ഉണ്ടായപ്പോൾ അവർ എന്തിലേക്ക് നയിച്ചു, അത് മിലിറ്ററി അലയൻസ്, സൈനിക സഖ്യങ്ങൾ രൂപീകരിക്കുന്നതിലേക്ക് നയിച്ചു. നമുക്കറിയാം, മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, ശത്രുവിന്റെ ശത്രു ആരാ, മിത്രമാണ് അല്ലെ. അപ്പോ അങ്ങനെ ശത്രുവിനെ പിടിച്ച് ടീം ഉണ്ടാക്കി. അങ്ങനെ അവർ 2 ടീമുകൾ ഉണ്ടാക്കി, 2 സഖ്യങ്ങളാണ് ഉണ്ടാക്കിയത്, 2 മിലിറ്ററി അലയൻസ് ആണ് ഉണ്ടാക്കിയത്. ആ 2 മിലിറ്ററി അലയൻസിന് എക്സാമ്പിൾ ആണ്, ഒന്നാണ് ട്രിപ്പിൾ അലയൻസ് അഥവാ ത്രികക്ഷി സഖ്യവും, വേറൊന്നാണ് ട്രിപ്പിൾ എൻഡന്റ് അഥവാ ത്രികക്ഷി സൗഹാർദ്ദവും. 2 ടീമുകളാണ് ഉണ്ടാക്കിയത്, ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻഡന്റും, ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ഇനി ഇതിൽ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, എസ് എഴുതുമ്പോൾ ഉറപ്പായിട്ടും എഴുതണം. ട്രിപ്പിൾ അലയൻസിൽ വന്നിരുന്ന രാജ്യങ്ങൾ ആരൊക്കെയാ, ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി. 3 രാജ്യങ്ങൾ, ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി. ഈ രാജ്യങ്ങളാണ് എന്തിൽ വന്നത്, ട്രിപ്പിൾ അലയൻസിൽ വന്നത് അഥവാ ത്രികക്ഷി സഖ്യത്തിൽ വന്നത്. അപ്പുറത്തെ ത്രികക്ഷി സൗഹാർദ്ദത്തിലാണെങ്കിൽ ഫ്രാൻസ്, റഷ്യ, ഇംഗ്ലണ്ട്. ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഫ്രാൻസ്, റഷ്യ, ഇംഗ്ലണ്ട്, 3 രാജ്യങ്ങൾ. അങ്ങനെ ഇങ്ങനെ 3 രാജ്യങ്ങൾ, അപ്പോൾ 3 6 രാജ്യങ്ങളോളമായി ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു, ടീം ഉണ്ടാക്കി പരസ്പരം പോരടിക്കാൻ തുടങ്ങി. അങ്ങനെ 2 പേരും മിലിറ്ററി അലയൻസ്, 2 മിലിറ്ററി അലയൻസുകൾ രൂപീകരിക്കപ്പെട്ടതോടുകൂടി യൂറോപ്പിൽ എന്ത് നടക്കുമെന്ന് ഉറപ്പായി, യുദ്ധം നടക്കുമെന്ന് അവർക്ക് ഉറപ്പായി. എല്ലാ രാജ്യങ്ങൾക്കും മനസ്സിലായി ഈ മിലിറ്ററി അലയൻസുകൾ, ഈ സൈനിക സഖ്യങ്ങൾ രൂപീകരിച്ചത് എന്തിലേക്കുള്ള വഴിത്തിരിവാണ്, യുദ്ധത്തിലേക്കുള്ള വഴിത്തിരിവാണ്. എന്തായാലും അത് നടക്കും, ഒരിക്കലും അത് ഒഴിച്ചുകൂടാനാകില്ല എന്ന് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾക്കും മനസ്സിലായി. അങ്ങനെ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ഈ സഖ്യത്തിൽപ്പെട്ട രാജ്യങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ആയുധങ്ങൾ സ്വന്തമായി ഉണ്ടാക്കാനും അവരുണ്ടാക്കിയ ആയുധങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾക്ക് വിൽക്കാനും സ്വന്തം ടീമിലേക്ക് ആയുധങ്ങൾ പരമാവധി എത്തിക്കാനും തുടങ്ങി. അങ്ങനെ വെപ്പൺസ് അവർ പരമാവധി എന്ത് ചെയ്തു വെച്ചു, ശേഖരിച്ചു വെച്ചു. അങ്ങനെ ഈ വെപ്പൺസ് കൊണ്ട് മാത്രമല്ല അവർ യുദ്ധത്തിൽ വിജയിച്ചത്. യുദ്ധത്തിൽ വിജയിക്കാൻ അവർക്കറിയാമായിരുന്നു നാട്ടിലെ ജനങ്ങളുടെ സപ്പോർട്ട് കൂടി വേണം, അവരുടെ രാജ്യത്തിനകത്തെ ജനങ്ങളുടെ പിന്തുണ കൂടി വേണം. ആ പിന്തുണ ഉറപ്പിക്കാനായി, അങ്ങനെ ആ സപ്പോർട്ട് ഉറപ്പിക്കാനായി അവർ പല തന്ത്രങ്ങളും പയറ്റി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രമാണ് മക്കളെ ഏത്, അഗ്രസീവ് നാഷണാലിസം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രമാണ് മക്കളെ ഏത്, അഗ്രസീവ് നാഷണൽ
നാഷണാലിസം അഥവാ തീവ്ര ദേശീയത. നമുക്ക് എല്ലാവർക്കും അറിയാം ദേശീയത എന്താ, രാജ്യത്തോടുള്ള നമുക്കൊരു സ്നേഹമുണ്ട് അല്ലെ. രാജ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വികാരമുണ്ട്. നമ്മുടെ സ്വന്തം രാജ്യം ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ എന്തുണ്ട്, ഒരു പ്രത്യേകമായിട്ടുള്ള വികാരമുണ്ട്. ആ വികാരത്തെയാണ് നമ്മൾ ദേശീയത എന്ന് വിളിക്കുന്നത്. എന്നാൽ അതേ ദേശീയതയെ ഊതി ഊതി എന്ത് ചെയ്യുക, ആളിക്കത്തിക്കുന്നതാണ് എന്ത് മക്കളെ, തീവ്ര ദേശീയത. എല്ലാ രാജ്യത്തിൽപ്പെട്ട ആളുകൾക്കും അവരുടെ രാജ്യം എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടൊരു ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അവർക്ക് സ്വന്തമായിട്ടൊരു വികാരമാണ്. നമുക്ക് ഇന്ത്യയോടുള്ള അതേ വികാരം തന്നെ എല്ലാവർക്കും അവരുടെ സ്വന്തം രാജ്യത്തോടുണ്ട്. ആ വികാരത്തെ ഊതി ഊതി ആ വികാരത്തെ പെരുപ്പിച്ച് എന്താക്കി മാറ്റി, തീവ്ര ദേശീയതയാക്കി മാറ്റി. അതോടുകൂടി രാജ്യം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും, നല്ലതാവട്ടെ ചീത്തതാവട്ടെ, എല്ലാ പ്രവൃത്തികളെയും ജനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ന്യായീകരിക്കാനും രാജ്യത്തെ ഏറ്റവും വലുതായി കാണാനും സ്വന്തം രാജ്യത്തിന് വേണ്ടിയുള്ള പുരോഗതിയുടെ മാത്രം, അല്ലെങ്കിൽ രാജ്യം എന്ത് തെറ്റ് ചെയ്താലും അതിനെ എതിർക്കാതെ അതിനെ മിണ്ടാതെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ജനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, മാറാൻ തുടങ്ങി. കാരണം ഈ യുദ്ധം ജയിക്കേണ്ടത് എല്ലാ രാജ്യങ്ങൾക്കും അനിവാര്യമായിരുന്നു. കാരണം അതെന്താ, ഒരു വേൾഡ് വാറാണ്, ലോകമഹായുദ്ധമാണ് അല്ലെ. അങ്ങനെ ഈ വേൾഡ് വാർ, ലോകമഹായുദ്ധം എന്ന് പറയുമ്പോൾ ലോകത്തെ കീഴടക്കാനുള്ള യുദ്ധമാണ്. അപ്പൊ ലോകത്തെ കീഴടക്കാനായിട്ട് അവർ എല്ലാവരിക്കും സഞ്ചരിക്കാൻ തുടങ്ങി, ഏത് തന്ത്രവും ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അവർ അവസാനം ആ വലിയ തന്ത്രമായ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഗ്രസീവ് നാഷണാലിസം അഥവാ തീവ്ര ദേശീയത എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക്, ആ ഒരു ആശയത്തിലേക്ക്, ആ ഒരു സ്ട്രാറ്റജിയിലേക്ക് എത്തപ്പെട്ടത്. അങ്ങനെ യൂറോപ്പിൽ മൊത്തം ഈ തീവ്ര ദേശീയതയുടെ ഭാഗമായി ഒരുപാട് മൂവ്മെന്റ്സ്, ഒരുപാട് പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുന്നു. ആ പ്രസ്ഥാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മൂന്നെണ്ണമാണ് പാൻസ്ലേവ് മൂവ്മെന്റ് അഥവാ പാൻസ്ലേവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ മൂവ്മെന്റ് അഥവാ പാൻ ജർമ്മൻ പ്രസ്ഥാനം, റിവെഞ്ച് മൂവ്മെന്റ് അഥവാ പ്രതികാര പ്രസ്ഥാനം. ഓക്കെ, ഇത് എന്താണെന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വിശദമായിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്കത് എക്സ്ട്രാ റീഡിംഗ് ആയതുകൊണ്ട് അത് പഠിക്കാനില്ല. നിങ്ങൾ അതിന്റെ പേര് മാത്രം പഠിക്കുക. ചില സ്കൂളുകളിൽ ടീച്ചർമാർ എന്ത് ചെയ്യുന്നുണ്ട്, അത് പഠിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിലും എക്സ്ട്രാ റീഡിംഗ് ആയതുകൊണ്ട് അതൊരിക്കലും നിങ്ങളോട് ചോദിക്കില്ല. അപ്പൊ നിങ്ങൾ അതിന്റെ പേര് മാത്രം പഠിക്കുക. മൂന്ന് മൂവ്മെന്റ്സ് ആണ് തീവ്രദേശീയ അഥവാ അഗ്രസീവ് നാഷണാലിസത്തിന്റെ ഭാഗമായി ഉണ്ടായത്. അത് ഏതൊക്കെയാണ്? പാൻസ്ലേവ് മൂവ്മെന്റ് അഥവാ പാൻസ്ലേവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ മൂവ്മെന്റ് അഥവാ പാൻ ജർമ്മൻ പ്രസ്ഥാനം, റിവെഞ്ച് മൂവ്മെന്റ് അഥവാ പ്രതികാര പ്രസ്ഥാനം. ഓക്കെ, അപ്പോൾ എസ്സേയില് നിങ്ങൾ ഇത്രയും എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 3 മാർക്കോളം കിട്ടും. ബാക്കിയുള്ള 3 മാർക്ക് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ ഒരു 6 മാർക്കിന്റെ എസ്സേ ചോദിച്ചാൽ നമ്മൾ 3 മാർക്കിൽ പകുതിയുള്ളത് എഴുതി കഴിഞ്ഞു. അടുത്ത 3 മാർക്കിന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിൽ നിന്നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇംപീരിയലിസ്റ്റിക് ക്രൈസിസ്, സാമ്രാജ്യത്വ പ്രതിസന്ധികൾ. യൂറോപ്പിൽ പ്രധാനമായും 2 സാമ്രാജ്യത്വ ശക്തി പ്രതിസന്ധികളാണ് ഉണ്ടായത്. ഒന്ന് മൊറോക്കൻ ക്രൈസിസ്, വേറൊന്ന് ബാൾക്കൻ ക്രൈസിസ്. മൊറോക്കൻ പ്രതിസന്ധിയും ബാൾക്കൻ പ്രതിസന്ധിയും, ഈ 2 പ്രതിസന്ധികളാണ് എവിടെ ഉണ്ടായത്? യൂറോപ്പിൽ ഉണ്ടായത്. ആ പ്രതിസന്ധികൾ എന്താണെന്ന് കൂടി നമുക്ക് പഠിക്കണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വിശദമായി 2 കുഞ്ഞു ടേബിളിൽ തന്നിട്ടുണ്ട്. ഇനി അങ്ങനെ പഠിക്കാൻ പറ്റാത്തവർക്ക് പഠിക്കാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. നോക്കാം, 1904 ബ്രിട്ടൻ ഫ്രാൻസുമായിട്ട് ഒരു സീക്രട്ട് ട്രീറ്റി സൈൻ ചെയ്തു. 1904 ബ്രിട്ടൻ ഫ്രാൻസുമായിട്ട് എന്ത് ചെയ്തു മക്കളെ? ഇംഗ്ലണ്ട് ഫ്രാൻസുമായിട്ട് എന്ത് ചെയ്തു? ഒരു രഹസ്യ ഉടമ്പടി തയ്യാറാക്കി. ആ ഉടമ്പടി പ്രകാരം ബ്രിട്ടൻ കൈവശം വെച്ചിരുന്ന മൊറോക്കോ ബ്രിട്ടൻ ആർക്ക് എഴുതി കൊടുത്തു? ബ്രിട്ടൻ ആർക്ക് കൊടുത്തു? ഫ്രാൻസിന് കൊടുത്തു. എന്താ നമ്മൾ പറഞ്ഞത്? 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു രഹസ്യ ഉടമ്പടി തയ്യാറാക്കി, ഒരു സീക്രട്ട് ട്രീറ്റി അല്ലെ, രഹസ്യ ഉടമ്പടി തയ്യാറാക്കി. ആ ഉടമ്പടി പ്രകാരം ബ്രിട്ടൻ മൊറോക്കോയുടെ അധികാരം ആർക്ക് വിട്ടുകൊടുത്തു? ഫ്രാൻസിന് വിട്ടുകൊടുത്തു. പക്ഷേ അതേസമയം ജർമ്മനിക്ക് ഏത് രാജ്യത്തെ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു? ജർമ്മനിക്ക് മൊറോക്കോയെ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ ജർമ്മനിക്ക് സ്വാഭാവികമായിട്ടും അത് ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ ജർമ്മനി മൊറോക്കോയുടെ തീരമായ അഗാദിറിലേക്ക് എന്ത് ചെയ്തു? യുദ്ധം ചെയ്യാനായി യുദ്ധക്കപ്പലുകൾ അയച്ചു. എന്ത് ചെയ്തു മക്കളെ? യുദ്ധക്കപ്പലുകൾ ജർമ്മനി എങ്ങോട്ടേക്ക് അയച്ചു? ഞാൻ യുദ്ധം ചെയ്യുന്ന യുദ്ധക്കപ്പലുകളെ വരച്ചു വെച്ചിട്ടുണ്ട്. യുദ്ധം ചെയ്യുന്ന യുദ്ധക്കപ്പലുകൾ ആരയച്ചു? ജർമ്മനി എവിടേക്ക് അയച്ചു? മൊറോക്കോയുടെ പോർട്ട് സിറ്റിയായ അഗാദിറിലേക്ക് അയച്ചു. അപ്പോ
അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാനായി ഫ്രാൻസ് മുന്നിട്ടിറങ്ങി. അങ്ങനെ ഫ്രാൻസ് എന്ത് ചെയ്തു? ഈ പ്രശ്നം പരിഹരിക്കാൻ ഫ്രാൻസിന്റെ കയ്യിലുള്ള ഫ്രഞ്ച് കോങ്കോ ഫ്രാൻസ് ആർക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു? നമ്മുടെ ജർമ്മനിക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ കഥ എങ്ങനെയാ പോകുന്നത്? 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു സീക്രട്ട് ട്രീറ്റി അഥവാ രഹസ്യ ഉടമ്പടി ഒപ്പുവെച്ചു. ആ ഉടമ്പടി പ്രകാരം, ആ ട്രീറ്റി പ്രകാരം ബ്രിട്ടൻ മൊറോക്കോയുടെ അധികാരം ആർക്ക് വിട്ടുകൊടുത്തു? ഫ്രാൻസിന് വിട്ടുകൊടുത്തു. എന്നാൽ ജർമ്മനിക്ക് മൊറോക്കോയെ സ്വന്തമാക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വാർത്ത അറിഞ്ഞപ്പോൾ ജർമ്മനി അഗാദിറിലേക്ക്, മൊറോക്കോയുടെ തുറമുഖ നഗരമായ പോർട്ട് സിറ്റിയായ അഗാദിറിലേക്ക് എന്തയച്ചു? യുദ്ധക്കപ്പൽ അയച്ചു. അങ്ങനെ ആ യുദ്ധം അന്ന് ഒഴിവാക്കാൻ ഫ്രാൻസ് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഫ്രഞ്ച് കോങ്കോ ആർക്ക് വിട്ടുകൊടുത്തു? ജർമ്മനിക്ക് വിട്ടുകൊടുത്തു. ആർക്ക് വിട്ടുകൊടുത്തു മക്കളെ? ജർമ്മനിക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ ആ പ്രശ്നം താൽക്കാലികമായി അവിടെ എന്ത് ചെയ്യപ്പെട്ടു? പരിഹരിക്കപ്പെട്ടു. എന്നാലും അവരുടെ രണ്ടുപേരുടെ മനസ്സിൽ എന്തുണ്ട്? ശത്രുത അന്നും നിലനിന്നിരുന്നു. ഓക്കെ, അടുത്തതാണ് മക്കളെ, അടുത്തതാണ് ബാൾക്കൻ ക്രൈസിസ്. അതും ഞാൻ പറഞ്ഞുതരാം. ശരിക്കും ഈ ബാൾക്കൻ എന്ന് പറയുന്ന പ്രദേശം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഈജിയൻ സീക്കും ബ്ലാക്ക് സീക്കും, ഈജിയൻ കടലിനും കരിങ്കടലിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് മക്കളെ ഏത്? ബാൾക്കൻ. അത് ഒന്നാം ലോക മഹായുദ്ധം വരെ തുർക്കി സാമ്രാജ്യമായ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കൈവശമായിരുന്നു ഈ ബാൾക്കൻ. അങ്ങനെ ഈ ബാൾക്കൻ എന്ന് പറയുന്ന വലിയൊരു രാജ്യത്തെ ആക്രമിച്ചു തോൽപ്പിക്കാൻ 4 രാജ്യങ്ങൾ ചേർന്ന് തീരുമാനിച്ചു. അവരിൽ ഒരാള് സെർബിയയാണ്, അവരിൽ വേറൊരാള് ബൾഗേറിയയാണ്, അവരിൽ വേറൊരാള് മോണ്ടിനിഗ്രോയാണ്, അവരിൽ വേറൊരാള് ഗ്രീസാണ്. അപ്പോ 4 രാജ്യങ്ങൾ, ഗ്രീസ്, ബൾഗേറിയ, സെർബിയ, മോണ്ടിനിഗ്രോ. ഈ 4 രാജ്യങ്ങൾ ബാൾക്കൻ എന്ന് പറയുന്ന ആ പ്രദേശത്തെ കീഴടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ 4 പേരും ചേർന്ന് ഒരു ടീം ഉണ്ടാക്കി. ആ ടീമിന്റെ പേരാണ്, 4 പേരും ചേർന്നുണ്ടാക്കിയ ടീമിന്റെ പേരാണ് മക്കളെ ബാൾക്കൻ ലീഗ്. അവർ 4 പേരും ചേർന്നുണ്ടാക്കിയ ടീമിന്റെ പേരാണ് മക്കളെ ബാൾക്കൻ ലീഗ്. അങ്ങനെ ഈ ബാൾക്കൻ ലീഗ് ബാൾക്കനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ആക്രമണം പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഒട്ടോമൻ സാമ്രാജ്യം തകരുകയും ബാൾക്കൻ എന്ന സ്ഥലം ഈ 4 രാജ്യങ്ങളുടെ കയ്യിലാവുകയും ചെയ്തു. അങ്ങനെ ഈ സ്ഥലങ്ങൾ വീതിച്ചെടുക്കുന്നതിൽ ഇവ 4 രാജ്യങ്ങൾക്കും ഇടയിൽ എന്തായി? തർക്കങ്ങളായി. ഈ 4 രാജ്യങ്ങൾക്കിടയിൽ ഈ സ്ഥലങ്ങൾ വീതിച്ചെടുക്കുന്നതിൽ ഉണ്ടായ തർക്കങ്ങൾ ഇവർക്കിടയിലുള്ള യുദ്ധത്തിലേക്ക് നയിച്ചു. ഈ 4 രാജ്യങ്ങൾക്കിടയിലുള്ള യുദ്ധത്തിലേക്ക് നയിക്കുകയും അങ്ങനെ അവർ പരസ്പരം യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഈ 4 രാജ്യങ്ങൾ, സെർബിയയും ബൾഗേറിയയും ഗ്രീസും മോണ്ടിനിഗ്രോയും പരസ്പരം എന്ത് ചെയ്യാൻ തുടങ്ങി? അവര് പരസ്പരം യുദ്ധം ചെയ്യാൻ തുടങ്ങി. അതിനെ വിളിച്ച പേരാണ് ബാൾക്കൻ ക്രൈസിസ്. അപ്പോൾ അത് രണ്ടുമാണ് വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. അതൊരു കഥ പോലെ, ഞാൻ ഇപ്പോൾ പറയുന്ന ഒരു കഥ പോലെ ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായി എഴുതാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അതും പഠിച്ചെഴുതുക. ഓക്കെ, ഫസ്റ്റ് വേൾഡ് ആണ്. ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെയാണ് നമ്മൾ സഡൻ റീസൺ ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോക മഹായുദ്ധം നടക്കാനുള്ള പെട്ടെന്നുണ്ടായ കാരണമെന്ന് അങ്ങനെ എടുത്തു ചോദിക്കാറില്ല. ഇനി അഥവാ ചോദിച്ചാലും നിങ്ങൾ എഴുതേണ്ട റീസൺ ഇതാണ്. ഓക്കെ, നോക്കാം. അങ്ങനെ ബാൾക്കൻ ഇപ്പോൾ ഇവിടെ ഞാൻ വേറൊരു കഥ പറഞ്ഞുതരാം. ബാൾക്കൻ ഇപ്പോൾ ഫ്രീ ആണ്. മറ്റേ 4 രാജ്യങ്ങൾ ആക്രമിച്ച് കീഴടക്കിയെങ്കിലും അവർക്കിടയിൽ യുദ്ധം നടക്കുന്നതുകൊണ്ട് ബാൾക്കൻ ആരെയും ഭാഗമായിട്ടില്ല, ആരും ബാൾക്കനെ എടുത്തുകൊണ്ട് പോയിട്ടില്ല. അപ്പൊ ബാൾക്കൻ എന്ന് പറഞ്ഞ അതിസുന്ദരിയോടെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ സുന്ദരിയെ കണ്ടപ്പോൾ സെർബിയക്ക് ഒരു ചെറിയ ക്രഷ് അടിച്ചു. അപ്പൊ സെർബിയക്ക് എന്താഗ്രഹം ഉണ്ടായിരുന്നു? ഈ ബാൾക്കനെ സ്വന്തമാക്കണമെന്ന് ആർക്ക് ആഗ്രഹമുണ്ടായി? സെർബിയക്ക് ആഗ്രഹമുണ്ടായി. സെർബിയയും റഷ്യയും ഭയങ്കര ചങ്ങാതിമാരാ. അപ്പോ റഷ്യ ആരെ സപ്പോർട്ട് ചെയ്തു? സെർബിയ സപ്പോർട്ട് ചെയ്തു. വെച്ചാൽ നീ ചെല്ല്, നമുക്ക് സെറ്റ് ആക്കി തരാം, ഞാൻ സെറ്റ് ആക്കി തരാം എന്ന് പറഞ്ഞ് റഷ്യ സെർബിയക്ക് ഇല്ലാത്ത മോട്ടിവേഷൻ കൊടുത്തു. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ നോക്കുമ്പോ ഓസ്ട്രിയ നോക്കുമ്പോ ഇവിടെ ബാൾക്കൻ, സൗന്ദര്യമുള്ളൊരു ബാൾക്കൻ അല്ലേ, ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്, കമ്മിറ്റഡ് ആവേണ്ട നിൽക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഓസ്ട്രിയക്കും ബാൾക്കനോട് ചെറിയൊരു ക്രഷ് അടിച്ചു. ഇത് ജർമ്മനി അറിഞ്ഞു, ബാൾക്കന്റെ കൂട്ടുകാരനായ ജർമ്മനി അറിഞ്ഞു. അപ്പൊ ഇതേ മോട്ടിവേഷൻ, റഷ്യ സെർബിയ കൊടുത്ത അതേ മോട്ടിവേഷൻ ജർമ്മനി ആർക്ക് കൊടുത്തു? ഓസ്ട്രിയക്ക് കൊടുത്തു. അപ്പൊ ബാൾക്കനെ സ്വന്തമാക്കാൻ 2 രാജ്യങ്ങൾ വന്നു, ഓസ്ട്രിയയും വന്നു, സെർബിയയും വന്നു. ഓസ്ട്രിയയെ പിന്തുണക്കാൻ ജർമ്മനി ഉണ്ടായിരുന്നെങ്കിൽ സെർബിയയെ പിന്തുണക്കാൻ ആരുണ്ടായി? റഷ്യ ഉണ്ടായി. അതിസുന്ദരിയായ ബാൾക്കൻ ഇവിടെ നിൽക്കുന്നു. അപ്പോ
ഇവര് പരസ്പരം അറിഞ്ഞപ്പോ ഇവർക്കിടയിൽ ഓസ്ട്രിയക്കും സെർബിയക്കും ഇടയിൽ ചെറിയ ചെറിയ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാൻ തുടങ്ങി, അവർക്കിടയിൽ ചെറിയ വൈരാഗ്യം ഉണ്ടാവാൻ തുടങ്ങി, അങ്ങനെ അവർക്കിടയിൽ ചെറിയ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ആ ഒരു സമയത്താണ് 1914 നമ്മുടെ ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ, അഥവാ ഓസ്ട്രിയയുടെ കിരീടാവകാശിയായിരുന്ന, ഓസ്ട്രിയയിലെ അടുത്ത രാജാവാകേണ്ട വ്യക്തിയാണ് ഫ്രാൻസിസ് ഫെർഡിനാൻഡ്. ആ ഫ്രാൻസിസ് ഫെർഡിനാൻഡ്, ഈ പുള്ളിക്കാരൻ, ആ ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ നമ്മുടെ ഗവറിലോ പ്രിൻസപ്പ്, സെർബിയയിൽ ഒരു യുവാവായിരുന്ന ഗവറിലോ പ്രിൻസപ്പ് എന്ത് ചെയ്തു? വെടിവെച്ച് കൊല്ലുന്നു. എവിടെ വെച്ചാ വെടിവെച്ച് കൊന്നത്? ബോസ്നിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ക്യാപിറ്റലായ, തലസ്ഥാനമായ സരേജേവോയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? വെടിവെച്ച് കൊല്ലുന്നത്. അങ്ങനെ വെടിയേറ്റ് വീണ ഫ്രാൻസിസ് ഫെർഡിനാൻഡ് എന്ത് ചെയ്യുന്നു? കൊല്ലപ്പെടുന്നു, മരണപ്പെടുന്നു. അങ്ങനെ മരണപ്പെട്ട ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ കൊന്നതാണ്, സെർബിയ മനഃപൂർവ്വം കൊന്നതാണെന്ന് ആരോപിച്ചു? ഓസ്ട്രിയ ആരോപിച്ചു. കാരണം എന്താ? ഓസ്ട്രിയയുടെ അടുത്ത രാജാവാകേണ്ട വ്യക്തിയാണ് മരണപ്പെട്ടേക്കുന്നത്. അപ്പൊ ഓസ്ട്രിയ വെറുതെ ഇരിക്കോ? ഇല്ല. അപ്പൊ ഓസ്ട്രിയ പറഞ്ഞു, സെർബിയ ഇത് മനഃപൂർവ്വം ചെയ്തതാണ്, ഞങ്ങൾ സെർബിയക്കെതിരെ യുദ്ധം ചെയ്യാൻ പോകുന്നു എന്ന് ആര് പറഞ്ഞു? ഓസ്ട്രിയ പറഞ്ഞു. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓസ്ട്രിയനെ സപ്പോർട്ട് ചെയ്യാൻ ആര് കൂടിയുണ്ട്? ജർമ്മനി കൂടിയുണ്ട്. അപ്പൊ ഓസ്ട്രിയനെ പിന്തുണച്ചുകൊണ്ട് ജർമ്മനിയും ആർക്കെതിരെ യുദ്ധം ചെയ്യാൻ ചെന്നു? സെർബിയക്കെതിരെ യുദ്ധം ചെയ്യുന്നു. അപ്പൊ ഇപ്പുറത്താണെങ്കിൽ സെർബിയയെ സപ്പോർട്ട് ചെയ്യാൻ റഷ്യ ഉണ്ട്. അപ്പൊ സെർബിയക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ആര് വന്നു? റഷ്യ വന്നു. അപ്പൊ നമ്മൾ പഠിച്ചു, റഷ്യയുടെ ഒപ്പം ഫ്രാൻസും ഉണ്ട്, ഇംഗ്ലണ്ടും ഉണ്ട്. അവർ ട്രിപ്പിൾ എൻഡന്റ് ആണ്, ത്രികക്ഷി സൗഹാർദ്ദമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടേക്ക് ആര് കൂടി വന്നു? ഫ്രാൻസും ഇംഗ്ലണ്ടും വന്നു. അപ്പൊ ഇപ്പുറത്താണെങ്കിൽ ജർമ്മനി മാത്രമല്ല, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലിയും ഉണ്ട്. അപ്പൊ അവർ ഇവിടക്കും വന്നു. അങ്ങനെ പരസ്പരം ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങി? യുദ്ധം ചെയ്യാൻ തുടങ്ങി. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇത്രയും രാജ്യങ്ങൾ മാത്രമാണോ വേൾഡ് വാറിൽ പങ്കെടുത്തത്? അല്ല. ബാക്കി ഇവരൊക്കെ അടക്കി വെച്ചിരിക്കുന്ന കോളനികളും ഇൻഡയറക്റ്റ് ആയി എന്ത് ചെയ്യാൻ തുടങ്ങി? യുദ്ധത്തിൽ പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഡയറക്റ്റ് ആയോ ഇൻഡയറക്റ്റ് ആയോ പങ്കെടുത്ത ഒരു വാറാണ് ഫസ്റ്റ് വേൾഡ് വാർ. 1914 തുടങ്ങിയ വാർ അവസാനിച്ചത് 1918. ഓക്കെ, ഇത്രയും എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം 5 മാർക്ക് കിട്ടും. ബാക്കി 1 മാർക്ക് നമ്മൾ ഇതിനു മുന്നേ ചെയ്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഏത് ടോപ്പിക്കിലാണ്? ഇമ്പാക്ട് ഓഫ് വാർ, ഇൻഫ്ലുവൻസ് ഓഫ് വാർ, ആഫ്റ്റർ മാത്ത് ഓഫ് വാർ, ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങൾ അഥവാ സ്വാധീനം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. അപ്പോൾ അതും കൂടി എഴുതി വെച്ചാൽ നല്ല ഭംഗിയുള്ള എസ് ആയി എസ് ഐക്ക് ഫുൾ മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഓക്കെ, ബൈ.